എൻ്റെ പേര് ആയിഷ ഷിഫ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുളിമാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ നീറ്റ് സ്കോർ 686. പിന്നെ എൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പ 2 സിസ്റ്റേഴ്സും അവരുടെ ഹസ്ബൻഡ്സും ആണുള്ളത്. ഞാനിവിടെ നാട്ടിൽ തന്നെ ചാനങ്ങലൂർ എന്നുള്ള സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ റിപ്പീറ്ററാണ് പാലയിൽ. പിന്നെ അവിടെ സ്റ്റഡി പ്ലാൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 15 മണിക്കൂറൊക്കെ ദിവസം ഇരുന്ന് പഠിക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് അധികം ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു എക്സാം ഈസി ആയതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. എൻ്റെ മാർക്ക് 686. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് കെമിസ്ട്രി ആയിരുന്നു. അത് നല്ല മാർക്കും മേടിച്ചിട്ടുണ്ട് നീറ്റിന്. പിന്നെ ഒരു ടഫായി തോന്നിയത് കുറച്ച് ഫിസിക്സ് ആണ്. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആൻസർ, ആ ടൈം മാനേജ്മെന്റും അതൊക്കെ. പക്ഷെ കുഴപ്പമില്ലാത്ത ഫിസിക്സും ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നല്ല മാർക്ക് കിട്ടി. മോഡൽ എക്സാമിലൊക്കെ ആദ്യത്തിലൊക്കെ ഒരു 640 ആ റേഞ്ചിലായിരുന്നു. പിന്നെ ലാസ്റ്റിലോട്ട് എക്സാമിന്റെ അടുത്തായപ്പോഴത്തേനും ഈ 690 ആ റേഞ്ചിലോട്ട് വന്നിരുന്നു. പിന്നെ നീറ്റിന് 686 കിട്ടി. കുടുംബത്തിൽ ഇങ്ങനെ MBBS ഡോക്ടറായിട്ട് ആരും ഇല്ല. അപ്പം ഫാമിലിയിൽ ആൾ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ എല്ലാവർക്കും ഉമ്മക്കും ഉപ്പക്കും എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു. സോ ഞാനത് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് പാലയിൽ ഇപ്പൊ ഇങ്ങനെ ഒരു റാങ്ക് കിട്ടി. ഞാൻ ബ്രില്യൻ പാലയിലാണ് പഠിച്ചത്. എൻ്റെ ഹോസ്റ്റലിൽ ഫ്ലോറ 2 ആയിരുന്നു. എൻ്റെ മിസ് നയന മിസ്സും അശ്ത മിസ്സായിരുന്നു. അശ്ത മിസ് തന്നെയാണ് എൻ്റെ ക്ലാസ് ടീച്ചറും. പിന്നെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളോ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഓല തന്നെ എല്ലാം ഹെൽപ്പ് ചെയ്താക്കിയിരുന്നു. പിന്നെ ബ്രില്യൻ ഫാക്കൽറ്റീസും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു. ടീച്ചേഴ്സ് ആണെങ്കിലും പിന്നെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ അവർ തന്നെ നല്ല ക്ലിയർ ചെയ്ത് ക്ലാസ് എടുത്ത് പോകും. പിന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് ബ്രില്യൻ്റെ ആപ്പാണ്. അതിൽ കുറേ ലാസ്റ്റിലോട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് ഭയങ്കര ശീലമായി. അങ്ങനെയാണ് ഫിസിക്സ് ഒക്കെ ശരിയാക്കിയെടുത്തത്. പിന്നെ ഉള്ളത് അവിടുത്തെ ലൈബ്രറിയിൽ കുറേ ബുക്സ് ഉണ്ട് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായി. പിന്നെ അവിടെ ലൈബ്രറി ടൈമിങ്ങും ലാസ്റ്റിലോട്ടൊക്കെ ആയപ്പോൾ നമുക്ക് കുറേ ടൈമിങ്ങും ഒക്കെ തന്നു. പിന്നെ മെസ്സ് പറയുമ്പം കുഴപ്പമില്ലാത്ത നല്ല ഫുഡായിരുന്നു. റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചപ്പോൾ ഒരു വർഷം വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബ്രില്യൻ്റ് തന്നെ ചൂസ് ചെയ്തത്. കാരണം അവിടെ എക്സ്പീരിയൻസ് ചെയ്ത കുറേ സീനിയേഴ്സ് ഉണ്ടായതുകൊണ്ട് അവരോടൊക്കെ ചോദിച്ചാണ് ബ്രില്യൻ്റ്, അതും പാല തന്നെ സെലക്ട് ചെയ്തത്. അടുത്ത വർഷം എഴുതുന്ന കുട്ടികളോട് പറയാനുള്ളത് NCERT നന്നായി പഠിക്കുക. ബയോളജി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും അത് നന്നായി പഠിക്കുക. അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വെക്കുക. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ നീറ്റ് പറഞ്ഞാൽ ഇപ്പോൾ പ്യുവർലി NCERT ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. സോ അങ്ങനെ പഠിക്കുക. പിന്നെ അവിടുത്തെ എല്ലാ എക്സാംസ് എഴുതുക ബ്രില്യൻ്റത്തെ. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ ഇൻഷാ അല്ലാഹ് നീറ്റ് കിട്ടും. അവൾ ചെറുപ്പത്തിൽ തന്നെ നന്നായി പഠിക്കുമായിരുന്നു. അങ്ങനെ SLCയിലൊക്കെ ഫുൾ A+ ആയി. അതുപോലെ +2ലും ഫുൾ A+ ആയി. നല്ല പഠനമായിരുന്നു. പിന്നെ അവൾ തന്നെ അവളെ ടൈമൊക്കെ മാനേജ് ചെയ്യും. നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അവള് രാത്രി അങ്ങനെ വല്ലാതെ ഉറക്കൊഞ്ഞ് പഠിക്കൊന്നുമില്ല. അത് രാത്രി 9 മണിയായാൽ അവൾ കിടന്നുറങ്ങും. അപ്പോൾ ഞാൻ പ്രിൻസിപ്പളിനോടൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവളങ്ങ് വിട്ടേക്ക്, അവളെ കാര്യം അവളങ്ങ് നോക്കിക്കോളും എന്നപ്പോൾ അരെന്ത് പറഞ്ഞാലും പിന്നെ ടെൻഷനൊന്നും ഉണ്ടാവില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും ടെൻഷൻ അത് അവൾ സ്വന്തം തന്നെ മാനേജ് ചെയ്തിട്ട് അങ്ങനെ പോകും. അങ്ങനെ പഠിക്കാനുള്ള കാര്യത്തിൽ അവളെ സ്വന്തം ചെയ്യും. ആദ്യം വിട്ടിക്കാനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അവളെന്നെ അങ്ങോട്ട് പറഞ്ഞാണ്. ഞാൻ ആദ്യം പറഞ്ഞ് ഞാൻ ഇവിടുന്ന് വിട്ടു പോകില്ല എന്ന്. പിന്നെ അവളെന്നെ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ബ്രില്യൻ്റ് പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങനെ ഡോക്ടർ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ജ്യേഷ്ഠത്തി ഉണ്ട്, സന ഫാത്തിമ അറിയാം. നമ്മൾ ഡോക്ടറാക്കാൻ വേണ്ടി തീരുമാനിച്ച് ബ്രില്യൻ്റ് കൊണ്ടാക്കിയിരുന്നു. അവളെ പഠിച്ചത് കുറഞ്ഞൊരു മാർക്കിന് പോയി. അവളിപ്പോൾ പിന്നെ ഹോമിയോ ഒക്കെ പഠിക്കുകയാണ്. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് NSSന്റെ കോളേജിൽ പഠിക്കുകയാണ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.